2 ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവനായിട്ടും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ 90-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത ഒരാള് പറഞ്ഞ ഒരു മണ്ടത്തരമാണ് ഈ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വേറെ ആരുമല്ല, നമ്മുടെ അഖിൽ മാരാർ പറഞ്ഞ കാര്യമാണ് ഗൈസ്. അപ്പോൾ അഖിൽ മാരാർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ എന്താ പറയാ, പ്രസവിച്ചിട്ട് പോയിട്ട് മറ്റേ ഇടി കുത്തും, അല്ലെ എന്തോ അരി ഇടിക്കും, അരി ഇടിക്കും. ഈ ഹോസ്പിറ്റൽസ് ഒക്കെ വന്നതിന് ശേഷമാണ് പിന്നെ അതൊരു വലിയൊരു അസുഖമായിട്ട്, അല്ലെങ്കിൽ അതിനെ ഒരു വലിയ അസുഖമായിട്ട് കരുതി ടെൻഷൻ, പെൺകുട്ടികൾക്ക് ടെൻഷൻ കൂടി സിസേറിയൻ വരെ എത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളി പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ആക്ച്വലി എനിക്ക് 2 ദിവസം, ഇന്നലെയും കഴിഞ്ഞ ദിവസം ഒന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല. പക്ഷേ ഈ ഒരു ടോപ്പിക് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യണം. ഒരു പെണ്ണെന്ന നിലയിൽ ഉറപ്പായിട്ടും എനിക്ക് റിയാക്ട് ചെയ്യണം എന്ന് തോന്നി. സോ ഞാൻ ലേറ്റാണ്, ഐ നോ. പക്ഷേ എനിക്കറിയാം എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, അല്ലെ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഗൈസ്. സോ എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി. കാരണം ഇത്രയൊക്കെ അറിവല്ലേ പുള്ളിക്കുള്ളൂ എന്നുള്ളത്. ഇത്രയും മണ്ടനാന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം അഖിൽ മാരാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഓൾറെഡി നിലപാടില്ലാത്തൊരു വ്യക്തിയെന്ന് എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു. പക്ഷെ ഇത്രയ്ക്കും മണ്ടനും കൂടിയാണെന്നുള്ളത് ഒരു വിവരം എനിക്കിപ്പോഴാണ്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോഴാണ് ഗൈസ് എനിക്ക് മനസ്സിലായത്. സോ പണ്ടെങ്ങാണ്ട് ഏതോ ഒരു അമ്മൂമ്മ പ്രസവിച്ചിട്ട് പോയിട്ട് മറ്റേ അരി കുത്തി, അതിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ജനറേഷനോളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കറിയാം, നമ്മുടെ പണ്ടൊക്കെ എൻ്റെ അച്ഛനും അല്ലെങ്കിൽ എൻ്റെ മുത്തച്ഛിമാരെ അങ്ങനെയൊക്കെ അവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കുഴപ്പമാണ്, ഞങ്ങളൊക്കെ പണ്ട് മറ്റേ മഴ പെയ്യുമ്പോൾ മറ്റേ വാഴത്തണ്ടും അങ്ങനെയൊക്കെ കൊണ്ടുപോയി, നിങ്ങൾക്ക് കൊട, ബാഗ് എല്ലാം ഉണ്ടല്ലോ, അങ്ങനെ പറയില്ലേ. അപ്പം അത് നോർമലി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ് അല്ലേ. അപ്പം അതുപോലെ തന്നെ ഏതോ ഒരു മുത്തച്ഛി പ്രസവിച്ചതിന് ശേഷം പോയിട്ട് അരികുത്തി, അതിങ്ങനെ പറഞ്ഞു വന്ന് ഇപ്പം എക്സാമ്പിൾസ് അങ്ങനെയാ പറയുന്നത്. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് എന്താണ്, അതാണ് ഇതാണ്, പണ്ട് അരിയൊക്കെ കുട്ടിക്കൊണ്ട് നടന്നതാണ്. ശരിക്കും എൻ്റെ അണ്ണ എന്ന് ഞാൻ വിളിക്കും. അപ്പം അതിൽ ഞാൻ കുറെ മീനിങ് ഒക്കെ വെച്ചിട്ടാണ് അണ്ണ എന്ന് വിളിക്കുന്നത്. അപ്പം അണ്ണൻ നമ്മുടെ ചെറിയൊരു ചാനലാണ്, വലിയ സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ വലിയ വ്യൂസ് ഒന്നും ഇല്ല. അപ്പം അണ്ണൻ എന്തായാലും കാണാൻ ചാൻസ് വളരെ കുറവാണ്. ഇനി എങ്ങാനും കണ്ടാൽ ഇത് അണ്ണ എന്നുള്ള ഇതിൽ വിളിച്ചല്ല കേട്ടോ, പല പേരുകൾ ഞാൻ അവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അണ്ണൻ അങ്ങ് പൂരിപ്പിച്ചു. അപ്പൊ എന്തായാലും എന്താ പറയാ, പണ്ടത്തെ ഈ മുത്തച്ഛി, ആ ഒരു മുത്തച്ഛി അങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒന്നും അല്ലെങ്കിലും അണ്ണനാണെങ്കിൽ ഈ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. അന്നത്തെ, അതായത് അണ്ണന്റെ കാലത്തെ, അതായത് 90-ലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും അതുപോലെ തന്നെ 2026-ലെ മോർട്ടാലിറ്റി റേറ്റും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും. ഞാൻ ഇപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഈ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു ഇതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഞാൻ ഭയങ്കര ടയർഡാണ്, ലേറ്റ് നൈറ്റിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ റെഫറൻസ് ഒന്നും കാണിക്കുന്നില്ല. അപ്പം നമുക്കറിയാം, നമ്മുടെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ വളരെ കുറവാണ് അല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ 15, 20, 10, 15 ഒക്കെ കുട്ടികളുണ്ട്. പക്ഷെ അതിൽ ജീവനോടെയുള്ള കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. 1-2 കുട്ടികൾ ജീവനോടെ കാണുകയുള്ളൂ. അപ്പോൾ ഈ പ്രസവം എന്ന് പറയുന്നത് പണ്ടൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷൻ. ആ ഒരു കുഞ്ഞിനെ വേർവിട്ട് കുഞ്ഞിനെ അമ്മയും കൂടെ കഴിയുമ്പം അപ്പം അതാണ് സുഖപ്രസവം എന്ന് പറയുന്നത്. പ്രസവം വളരെ സുഖമാഹ്ലാദം, അല്ലെങ്കിൽ അണ്ണം പറയുന്ന പോലെ വണ്ടർലേ പോയിട്ട് നമ്മളെ എൻജോയ് ചെയ്യുന്നത് കൊണ്ടല്ല പ്രസവത്തെ സുഖപ്രസവം എന്ന് പറയുന്നത്. അതായത് പണ്ടത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഈ മെഡിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഹെൽത്ത് സെക്ടറൊന്നും ഇത്രയും വലിയ ഒരു പുരോഗമനത്തിൽ എത്തിയിട്ടില്ല. അണ്ണന്റെ പേരിൽ പറഞ്ഞാലേ ഈ ഹോസ്പിറ്റൽസ് ഒക്കെ വന്നതിന് ശേഷമാണല്ലോ ഇതിനെയൊക്കെ വലിയ ഒരു അസുഖമായിട്ട് കാണുന്നത്. അപ്പം അത്രയും പുരോഗമനം ഇല്ലാത്ത സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എന്താ പറയുക, പ്രസവിക്കുക എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ജീവനോടെ കിട്ടുക, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കാലും കൈയും ഒരു കുഴപ്പമില്ലാതെ കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമില്ല, അതായത് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, അമ്മയും കുഞ്ഞും സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് സുഖപ്രസവം എന്ന് പറയുന്നത്. അല്ലാതെ പ്രസവം ഈ എൻജോയ് ചെയ്യാൻ പോകുന്നതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഭയങ്കര സുഖമായതുകൊണ്ടൊന്നുമല്ല സുഖപ്രസവം എന്ന് പറയുന്നത്. അതാണ് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ
അതായത് നമ്മുടെ പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽസ് ഇല്ല. ഇപ്പം ഒരു കുഞ്ഞ് നമ്മുടെ അമ്മയുടെ വയറ്റിലുണ്ടായി, ഇപ്പം ഇത് യൂട്രസിൽ തന്നെയാണോ അല്ലെങ്കിൽ അതിൻ്റെ ട്യൂബിലാണോ, ഇപ്പോൾ ഉള്ള കുറേ കോംപ്ലിക്കേഷൻസ് നമുക്ക് കാണുന്ന ട്യൂബിലുള്ള കുട്ടികളുണ്ടായിരിക്കും, അതുപോലെ തന്നെ പുക്കിൾക്കൊടി ചുറ്റിയുള്ള കുട്ടികളുണ്ടായിരിക്കും, പിന്നെ അംഗവൈകല്യമുള്ള കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല പണ്ടത്തെ കാലത്ത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നമുക്കതെല്ലാം അറിയാം. ഇപ്പം ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്രഷൻ, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, അതുപോലെ തന്നെ ബിഫോർ ഉള്ള ഡിപ്രഷനെ കുറിച്ചൊക്കെയാണ് ഇപ്പം നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ പണ്ടത്തെ എത്ര പുരുഷന്മാർക്ക് അറിയാം ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് പ്രസവം എന്ന് പറയുന്നത് ഒരു കടമ്പയാണത് സീരിയസ്ലി. അപ്പം അന്നത്തെ പുരുഷന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അഖിൽമാരെ പോലെയാണ്. അതായത് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു സംഭവമാണെന്നാണ് അവർ വിചാരിക്കുന്നത്. ഇറ്റ്സ് നോർമൽ, ഓട്ടോമാറ്റിക്കലി എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതാണ്. അതുകൊണ്ട് ഇവൾക്ക് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇവൾക്ക് എന്നാ, എൻ്റെ ഭാര്യയ്ക്ക് മാത്രം എന്നാ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പം എൻ്റെ മാരാർ ചേട്ടാ, കുറച്ച് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഈ പ്രസവത്തോടനുബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറയുമ്പം പ്രസവിക്കാൻ വേണ്ടിയിട്ട് അവൾ റെഡി ആവുന്നതാണ് പീരീഡ്സ് എന്ന് പറയുന്നത്. പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ ഷീസ് ഏബിൾ ടു പ്രഗ്നന്റ് ആകാൻ അവൾ ഏബിൾ ആണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയായി മാറി എന്ന് പറയുന്നതാണ് പീരിയഡ്സ്. ഈ പീരിയഡ്സിന്റെ പെയിൻ തന്നെ നമുക്ക് സഹിക്കാൻ, അല്ലെങ്കിൽ ചേട്ടനൊക്കെ പീരിയഡ്സിന്റെ പെയിനൊക്കെ ഇപ്പം അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ചേട്ടൻ അതൊന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം, അല്ലെങ്കിൽ നമ്മൾ ഈ 7 ദിവസം അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ദ ഫസ്റ്റ് 3 days ഈസ് ഹെക്റ്റിക് ആണ്. അപ്പോൾ അതിൻ്റെ 1 മണിക്കൂർ തന്നാൽ അതൊന്ന് അനുഭവിക്കാൻ പറ്റുമോ? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അത് അനുഭവിക്കാൻ പറ്റുമോ? സോ ഈ പ്രഗ്നൻസിയോടനുബന്ധിച്ചിട്ടുള്ളതാണ് ഈ പീരീഡ്സ്. എല്ലാ മാസവും ഇതിനെ നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് വരുന്ന സംഭവം എന്തൊക്കെയാണെന്നറിയാം? വോമിറ്റിംഗ് വരും, തലകറക്കം വരും, ഫുഡ് കണ്ടാൽ കഴിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വരും, ഫുഡ് കണ്ടാൽ ഛർദ്ദിക്കുന്നവരുണ്ട്, ഫുഡിൻ്റെ മണം കേൾക്കുമ്പോൾ ഛർദ്ദിക്കുന്നവരുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി നമുക്കുള്ള ഒരു ബോഡി അല്ല. സ്ട്രെച്ച് മാർക്സ് വരും, നമ്മുടെ വയറ് വലുതായിട്ട് വരും, നമുക്കിവിടെ ഡാർക്ക് സർക്കിൾസ് വരും, അണ്ടർ ഐ, നമ്മുടെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് വരും. അതുപോലെ തന്നെ നമുക്ക് ഹെയർ ഫോൾ വരുന്നവരുണ്ട്, പിന്നെ നമ്മുടെ കാലിൽ നീര് വരും. അങ്ങനെ പല സാധനങ്ങളും. അത് ഓക്കെ, ഫിസിക്കലി നമ്മൾ കാണുന്നത്. നമ്മുടെ ഇൻസൈഡ് ദ ബോഡി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഹോർമോണൽ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, റിലാക്സിൻ, അങ്ങനത്തെ കുറേ ഹോർമോൺസ് ഉണ്ട്. അത് കുറേ ഹോർമോൺസിൻ്റെ കുറേ പ്രശ്നങ്ങൾ. ഇപ്പം നമ്മൾക്ക് എന്താണ്, പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള ഡിപ്രഷൻ ഉണ്ട്, അതിന് മുന്നേ ഉള്ള ഡിപ്രഷൻസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ദുർഗാകൃഷ്ണയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വെറുതെ ഇരുന്ന് കരയുക, കാര്യം എന്താന്ന് പോലും അറിയാതെ കരയുന്ന ആൾക്കാരുണ്ട്. നമുക്കറിയില്ല, നമുക്ക് നമ്മുടെ ഫീലിങ്സ് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഓരോ ഘട്ടം നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോകുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഈ കുട്ടി യൂട്രസിൽ തന്നെയാണോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണോ, അല്ലെങ്കിൽ ട്വിൻസ് ആണോ, അല്ലെങ്കിൽ ഈ പുക്കിൾക്കൊടി ചുറ്റിയിട്ടുണ്ടോ, ഈ കറക്റ്റ് പൊസിഷനാണോ, അങ്ങനെയുള്ള ചെക്കിംഗ് ആണ്, അങ്ങനെയുള്ള ചെക്കപ്പുകളാണ് നമ്മൾ നടത്തുന്നത്. മനസ്സിലായോ? അല്ലാതെ അതിനെ ഇങ്ങനെ ഭയങ്കര ചുമ്മാ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ചുമ്മാ എൻജോയ് ചെയ്യാനും, ചുമ്മാ ഹോസ്പിറ്റലിൽ പോയി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ കുറേ പൈസ കളയാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ടെൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല പോകുന്നതെന്നൊന്നും മനസ്സിലാക്കുക. കുറച്ചെങ്കിലും ഒന്ന് ബുദ്ധിയോട് സംസാരിക്കൂ മനുഷ്യ. എനിക്കത്ര പറയാനുള്ളൂ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പ്രസവം എന്ന് പറയുന്നത് എന്താണെന്നറിയാം? അതായത് നമ്മുടെ ശരീരത്തെ എല്ലാ എല്ലുകളും ഒടിയുന്ന ഒരു വേദനയായിരിക്കും. അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രസവിച്ച് കഴിയുമ്പം ഇറ്റ്സ് ലൈക്ക് അവരൊരു പുനർജന്മമാണ് ആ ഒരു പ്രസവം എന്ന് പറയുന്നത്. ഈ സുഖപ്രസവം എന്ന് പറഞ്ഞാൽ ഞാൻ പറയണല്ലോ, ഇറ്റ്സ് നോട്ട് സുഖം. അത് അമ്മയും കുഞ്ഞിനെയും ഓക്കെ ആയിട്ട് കിട്ടിയതിന് നമ്മൾ പറഞ്ഞതാണ് സുഖപ്രസവം എന്ന് പറഞ്ഞാൽ. അല്ലാതെ അത് സുഖമായിട്ടൊന്നും, അതിനുമുണ്ട് സ്റ്റിച്ചസും കാര്യങ്ങളും ഒക്കെ. നമ്മുടെ ഡെലിവറി പിന്നെ സിസേറിയൻ ആണെങ്കിലും ഉണ്ട്, അല്ലാത്തതാണെങ്കിലും ഉണ്ട്. അതെന്തായാലും വേദന തന്നെയാണ്, അത് നമ്മൾ അനുഭവിക്കണം. അതിന് ശേഷം നമുക്ക് വരുന്ന പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻസ് നമുക്ക് കുറേ കേൾക്കുന്നതാണ്. അമ്മ കുട്ടീനെ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു, നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, നമ്മുടെ ബോഡിയിൽ നമുക്ക് ഈ സ്റ്റിച്ചസിൻ്റെ പെയിൻസ് കാണും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഈ പ്രസവം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ, അല്ലെങ്കിൽ 9 മാസത്തെ ഒരു സംഭവമല്ല. നമ്മളൊക്കെ നോക്കുമ്പോൾ 9 മാസം പ്രസവിച്ചു,
അല്ല. അതിനുശേഷം ഈ ഒരു കുഞ്ഞ് നമ്മളെ രാത്രി ഉറക്കില്ല. നമ്മളൊരു സ്ത്രീ പ്രസവിക്കാൻ റെഡിയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 years അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് വെക്കാമെങ്കിൽ മാത്രമേ നമ്മൾ അതിനകത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എൻജോയ്മെൻ്റ് അല്ല കേട്ടോ. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഇങ്ങനെ പെട്ടെന്നിരിക്കുന്നു, വയറ് വീർക്കുന്നു, നമ്മൾ ഇഷ്ടമുള്ള കുറേ സാധനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് ഹസ്ബൻഡിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ ഇഷ്ടമുള്ളതൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നു, ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഒരു പാട്ടിനുള്ളിൽ കഴിയുന്ന പോലെയാണ് നമ്മുടെ അണ്ണൻ പറയുന്നത്. അപ്പം അണ്ണ ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയാതിരിക്കുക. അറ്റ്ലീസ്റ്റ് ഞാൻ ആലോചിക്കുന്നത് പുള്ളിയുടെ വൈഫിനെ കുറിച്ചിട്ടാണ്. സ്വന്തമായിട്ട് 2 മക്കളുണ്ടായിട്ട് ഇതൊന്നും ഇത്രയും കാലമായിട്ട് അറിയത്തില്ലേ എന്നാണ്. അപ്പം ഇങ്ങനെ കുറെ ചിന്തിക്കുന്ന കുറേ മണ്ടന്മാരുണ്ട്. അവരാണ് ഈ അക്യുപഞ്ചർ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, വീട്ടിൽ ട്രീറ്റ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ വീട്ടിൽ കുട്ടികളെ ഉണ്ടാക്കുക. അപ്പം ഈ ഇടയ്ക്കും ഒരു കുട്ടി ഒരു പെൺകുട്ടി മരിച്ചുപോയി, 5ാമത്തെ 6ാമത്തെ കുട്ടി. അതിനെക്കുറിച്ച് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിൽ തന്നെ ഞാൻ റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ചിന്തിക്കുന്ന ഇവരെ പോലെയൊക്കെ ചിന്തിക്കുന്ന കുറെ മണ്ടന്മാരാണത്. ഹോസ്പിറ്റലിൽ പോവണ്ട, ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഹോസ്പിറ്റലിൽ പോവണ്ട എന്നുള്ളത്. നമ്മുടെ ഹെൽത്ത് സെക്ടർ വളർന്നു. അവിടെ നമുക്ക് ഓരോ ട്രീറ്റ്മെന്റും തരുന്നതാണ്. നമ്മുടെ കുട്ടീനെ നമ്മൾ ഹെൽത്തി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ കുട്ടീനെ മാത്രമല്ല, അമ്മേനെ ഹെൽത്തി ആയിട്ട് കിട്ടാനായിട്ടാണ്. അതായത് നമ്മുടെ ശരീരത്ത് നമ്മൾ വേറൊരു ജീവനെ നമ്മൾ കൊണ്ടുവരുവാണ്. വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ചുമ്മാ പണ്ടത്തെ ഉരലിൽ പ്രസവിച്ചിട്ട് വന്നിട്ട് ഉരലിലിടിച്ച അമ്മൂമ്മയുടെ ഹസ്ബൻഡിനെ പോലെ ആവല്ലേ മോനെ. കുറച്ചെങ്കിലും ഒന്ന് 2000 വാ. 2026 വരണമെന്ന് ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് 2000 എങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ആകുക. അപ്പം എന്തായാലും ഞാനിപ്പോൾ അഖിൽ മാരാർ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ എനിക്ക് കുറച്ച് കമൻസ് വരാം. ഞാൻ BJP സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ കമൻസ് വരാം. ഞാൻ പാർട്ടി ഇവിടെ പറഞ്ഞിട്ടില്ല. ആ പാർട്ടി ആയതുകൊണ്ടുമല്ല അഖിൽ മാരാറെ പറഞ്ഞത്. അഖിൽ മാരാറിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ആസ് എ സ്ത്രീ എന്ന നിലയിൽ ഞാൻ റിയാക്ട് ചെയ്തതാണ്. ഇപ്പൊ എനിക്ക് പറയാനുള്ള എല്ലാ സ്ത്രീകളും ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ വരണം. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നിങ്ങളെ ഓരോ സ്ത്രീകൾക്കും പറയാനുള്ളത് പറയണം. അത് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും നിങ്ങൾ പറയുക തന്നെ വേണം. സോ നമ്മൾ സ്ത്രീകളെ കുറിച്ച് പറയുമ്പം, ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പം എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഫീൽ ചെയ്യാൻ നിങ്ങൾ ചോദിക്കുമായിരിക്കും ചിലപ്പോൾ, നീ ഒരു അമ്മയല്ലല്ലോ, അപ്പം നിനക്ക് ഇതിൻ്റെ വേദനയും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൽ നിന്നും എൻ്റെ കസിൻസിൽ നിന്നും ഒക്കെ എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണിത്. അത് മതി. കാരണം ഒരു പീരിയഡ്സ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ ഐ ക്യാൻ ഇമാജിൻ എന്തായിരിക്കും ഒരു ഡെലിവറി എന്തായിരിക്കും എന്നുള്ളത് ഇമാജിൻ ചെയ്യാം. അല്ലെങ്കിൽ അതിനെ ഞാൻ അത്രയ്ക്ക് പവിത്രമായിട്ട് കാണുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ അമ്മമാരൊക്കെ അത്ര കഷ്ടപ്പെട്ടിട്ടാണ്, നിന്നെയും നിന്റെ അമ്മയൊക്കെ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് പ്രസവിച്ചത്, അത് മനസ്സിലാക്കുക. സോ പിന്നെ അതാ ഞാൻ ആലോചിക്കുന്നത്. ആ ഒരു ടൈമിലൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഹസ്ബൻഡ് ആണെങ്കിലേ ഭാര്യയുടെ ആ ബുദ്ധിമുട്ടൊക്കെ എങ്ങനെ ആ ഭാര്യ എന്തൊത്തോളം അനുഭവിച്ച് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അഖിൽ മാരാറിന്റെ ഭാര്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് കുറച്ച് കഷ്ടം തോന്നുന്നുണ്ട്. സോ എന്തായാലും പ്ലീസ് 2000 വാ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.